ലോകത്തിന് തന്നെ മധുരവും സുഗന്ധവും നൽകുന്ന മാങ്ങയുടെ പേരാണ് കുറ്റ്യാട്ടൂർ മാങ്ങ അഥവാ നമ്പ്യാർ മാങ്ങകൾ. കുറ്റ്യാട്ടൂരിലെ ഓരോ വീട്ടുവളപ്പിലും ഒരു കുറ്റ്യാട്ടൂർ മാവെങ്കിലും ഉണ്ടായിരിക്കും. ഈ സമയം പോയാൽ കുലകളായി നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കരമായ സന്തോഷം തോന്നും. കുറ്റ്യാട്ടൂർ മാങ്ങകളുടെ മധുരവും സുഗന്ധവും തന്നെയാണ് ഇതിനെ ഇത്രയധികം പ്രശസ്തിയിലാക്കിയത്. ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ പറയുകയാണ്, പണ്ട് ഏതോ ഒരു നമ്പ്യാർ, അതായത് കുഞ്ഞിക്കണ്ണൻ നമ്പ്യാറോ ശ്രീധരൻ നമ്പ്യാറോ ഏതോ ഒരു നമ്പ്യാർ എവിടുന്നോ കൊണ്ടുവന്ന് ഇതിൻ്റെ വിത്ത് ഇട്ടു. അതിനുശേഷം ഉണ്ടായ മാങ്ങകളൊക്കെ അതിമധുരമുള്ളതും മാത്രമല്ല ദൂരെ നിന്ന് തന്നെ നല്ല മണവുമാണ്. ഈ കാലഘട്ടത്തിൽ, അതായത് മാർച്ച് ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ ഇവിടെ മാവുകളിൽ ധാരാളം മാങ്ങകൾ ഉണ്ടാവും. ഈ ഗ്രാമം പ്രസിദ്ധി ആർജിക്കുന്നത് തന്നെ ഈ മാങ്ങയുടെ പേരിലാണ്. ഏതെങ്കിലും ഒരാളോ 2 പേരോ 3 പേരോ ആയിക്കോട്ടെ, അവർ ഈ കുറ്റ്യാട്ടൂരുള്ള മാവുകളൊക്കെ പാട്ടത്തിനെടുക്കും. എന്നിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കും. മാത്രമല്ല ഇതൊക്കെ പഴുപ്പിച്ച് ദൂരദേശങ്ങളിൽ പോലും അവർ കയറ്റി അയക്കും. കുറ്റ്യാട്ടൂർ മാങ്ങയുടെ പ്രത്യേകത തന്നെ ഇതിൻ്റെ മണവും മധുരവുമാണ്. പിന്നെ റോഡ് സൈഡിലൊക്കെ ഈ സമയമാകുമ്പോൾ ഇഷ്ടംപോലെ കുറ്റ്യാട്ടൂർ മാങ്ങകൾ വിൽപ്പനക്കെത്തും. സീസൺ തുടങ്ങുമ്പോൾ തന്നെ മാങ്ങയ്ക്ക് 500 രൂപയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ വസന്തകുമാരി എന്ന സ്ത്രീ പറഞ്ഞത്. ഇപ്പോൾ വില കുറവാണ്. ഇപ്പോൾ ഏപ്രിൽ തുടങ്ങിയല്ലോ, അപ്പോൾ ഇപ്പോൾ ഒരു കിലോയ്ക്ക് 70 രൂപ ഒക്കെ വെച്ച് കിട്ടും. ഞാൻ എൻ്റെ മകൾക്ക് ഒരു 15 കിലോ അയച്ചു കൊടുത്തു. പിന്നെ മറ്റൊരു മകൾക്ക് ഞാനൊരു 5 കിലോ അയച്ചു കൊടുത്തു. അങ്ങനെ 20 കിലോ വാങ്ങി. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ കുറ്റ്യാട്ടൂരിലേക്ക് പോകേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം. കണ്ണൂരിൽ നിന്ന് കുറ്റ്യാട്ടൂരിലേക്ക് ഇഷ്ടംപോലെ ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി ഇവിടെ ഇറങ്ങിയാൽ ആരോടെങ്കിലും ചോദിച്ചാൽ ഇത് വിൽക്കുന്ന വീടുകളൊക്കെ കാണിച്ചു തരും. അങ്ങനെ അവരോട് നമ്മൾ പറയണോ, ഈ കാർബൈഡൊന്നും ഉപയോഗിക്കാതെ പഴുപ്പിച്ച മാങ്ങകളാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് അത്തരം മാങ്ങകൾ എടുത്തു വെക്കും. പിന്നെ ഈ മഞ്ഞ നിറമൊക്കെ ഉണ്ടാക്കുന്നത് കാർബൈഡ് ഉപയോഗിച്ചാണ്. അവരുടെ പറമ്പിൽ, വലിയൊരു പറമ്പിൽ അവർ ഇത്തരം മാങ്ങകൾ, മഞ്ഞ നിറത്തിലുള്ള മാങ്ങകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും പേടിയാണ്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇത്തവണ വളരെയധികം മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മാങ്ങ കർഷകർക്ക് ഈ വർഷം ലോട്ടറി തന്നെയാണ്. ഓരോ പറമ്പിലും ഇങ്ങനെ മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. എന്ത് രസമാണെന്നോ. ഞാൻ മാങ്ങ വാങ്ങിയത് വസന്തകുമാരി എന്നൊരു കർഷക സ്ത്രീയിൽ നിന്നാണ്. അപ്പോൾ അവരോട് നമുക്ക് 2 മിനിറ്റ് സംസാരിക്കാം. ഞങ്ങൾ വില എത്ര? 100 ആയിട്ടല്ലേ? ഇപ്പോൾ അവിടെ വില കുറച്ച് കൊടുക്കുന്നതാണോ? ആ, എന്താ നിങ്ങളുടെ പേരെന്നായിരുന്നു? ആ, നമ്മളെ കുറ്റ്യാട്ടൂർ മാങ്ങയുടെ ഇവരാണ് സെയിലാക്കുന്ന പേര് വസന്തകുമാരി. ഈ മാങ്ങകളൊക്കെ ഇവരുടെ ഉപജീവന മാർഗവും കൂടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം.